ഇന്ന് നമുക്ക് വ്രതത്തിന് പറ്റണതും അതേപോലെ ഒരു വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ടുള്ള ചാമരി പൂരി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഞാൻ 1 കപ്പ് ചാമരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കഴുകി 3-4 വട്ടം കഴുകിയിട്ട് വെള്ളത്തിൽ 1 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം. നല്ലോണം അരിഞ്ഞോട്ടെ, തരി ആവാൻ നിൽക്കേണ്ട, നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ചാമരയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. മാവ് നമ്മളിനി ഈ മാവിനെ ഇത് ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അതല്ലെങ്കിൽ മാവ് വേഗം അടിപിടിക്കും. അപ്പോൾ നമ്മളിതിനെ കുറുക്കി നമ്മൾ വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. ഈ മാവിനെ നമ്മൾ ആപ്പത്തിനൊക്കെ വറ്റിച്ചെടുക്കണ പോലെ നമ്മൾ ഈ മാവിനെ ഫുള്ള് കുറുക്കി വറ്റിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ സ്റ്റർ ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് ഈ മാവ് ആക്കിയെടുക്കാം. നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കണം നമുക്ക് ഈ മാവിനെ. എത്രത്തോളം ഡ്രൈ ആക്കാൻ പറ്റണോ അത്രത്തോളം ഡ്രൈ ആക്കിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. സ്ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്. ഇതിങ്ങനെ ബൈൻഡായി വരും, നമുക്കിങ്ങനെ ഇങ്ങനെ ഉണ്ടയായി വരും. അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഇളക്കി എടുക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് മാവ് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് വെറുതെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഒന്നിങ്ങനെ പരത്തി വയ്ക്കുക. അപ്പോൾ ആ ചൂടിൽ തന്നെ ബാക്കി അഥവാ കുറച്ച് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഇവാപ്പറേറ്റ് ആയി പൊക്കോളും. അപ്പം എൻ്റെ മാവ് ഞാനൊരു പാത്രത്തിലേക്ക് കുഴച്ചെടുക്കാൻ പാകത്തിന് പറ്റുന്ന ഒരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ റോക്ക് സോൾട്ട് അല്ലെങ്കിൽ പിങ്ക് ഹിമാലയൻ സോൾട്ട്, വ്രതത്തിന് ഉപയോഗിക്കുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഒരു ഇളം ചൂടിൽ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടിലൊപ്പം പറ്റില്ല. ഇളം ചൂടിൽ തന്നെ കുഴച്ചെടുക്കണം. നമ്മുടെ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണം കണ്ടിട്ടില്ലേ, ആ ഒരു ചൂടിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം. പിന്നെ വ്രതം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ദിവസം ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കണം എന്നല്ല. ആ ദിവസം നമ്മുടെ ബോഡി ക്ലെൻസ് ചെയ്യാനുള്ള ഒരു ദിവസമാണത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ നമ്മുടെ സാധാരണ പൂരിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ചാമരയുടെ പൂരിക്ക്, പക്ഷെ അത് ബോഡിക്ക് നല്ലൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ടല്ല ഉണ്ടാക്കേണ്ടത്, ഹെൽത്ത് എന്ന് വിചാരിച്ചിട്ട് വേണം അത് ഉണ്ടാക്കാൻ. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഏകാദശിക്ക് നമ്മൾ സീഡ്സിൽ നിന്ന് എടുത്ത ഓയിൽ അല്ലാണ്ട് നട്ട്സിൽ നിന്ന് എടുത്ത ഓയിൽ യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഒലിവ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഈ സൺഫ്ലവർ ഓയിൽ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, നല്ലെണ്ണ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ നോക്കുക. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നന്നായി ഒന്ന് ചേർന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുഴയ്ക്കൽ നിർത്തിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ അടിയിൽ നിന്നൊക്കെ ഒട്ടണതൊക്കെ ഇങ്ങനെ നീങ്ങി വരും. ഇങ്ങനെ ഒട്ടണതൊക്കെ ഇങ്ങനെ നീങ്ങി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പരത്തണം എങ്ങനെയാണ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു പോളിത്തീൻ ഷീറ്റ് എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ പഴയ ചപ്പാത്തിയുടെ കവർ എടുത്തിട്ടുള്ള അതിൽ നിന്ന് ഞാൻ പരത്തിയെടുക്കണം എങ്ങനെയാണ് കാണിച്ചു തരാം. ആദ്യം ഈ ഷീറ്റിൻ്റെ 2 സൈഡിലും കുറച്ച് വെളിച്ചെണ്ണ പരത്തി കൊടുക്കുക. കാരണം നമ്മളിത് അമർത്തിയിട്ടാണ് എടുക്കാൻ പോണത്. അപ്പോൾ 2 സൈഡിലും ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു ലെമൺ സൈസ്ഡ് ബോൾ, നമ്മുടെ പൂരിക്ക് എടുക്കണ അതേ അളവ് തന്നെ ഒരു ചാമരയുടെ പൂരിയുടെ ബോൾ എടുക്കുക.
എന്നിട്ട് കയ്യിൽ ഉരുട്ടിയിട്ട് നമ്മളിതിൻ്റെ ഇടയിൽ വെക്കുക. ഉരുട്ടുമ്പോൾ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ സാധാരണ പൂരി പരത്തിയെടുക്കണ പോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കണത്. എന്നിട്ട് പോളിത്തീൻ കവറിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ആദ്യം നടുവൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സൈഡ് ഉണ്ടല്ലോ, സൈഡ്സ് ഒന്ന് അമർത്തി കൊടുക്കുക. ഭയങ്കരമായിട്ട് ഇത് ചെയ്യേണ്ട, ഒന്ന് ഒരു മീഡിയം സൈസ്, നമ്മുടെ സാധാരണ പൂരിയുടെ സൈസ് വരുന്ന പോലെ കുറച്ച് തിക്കായിട്ട് പരത്തിയെടുക്കുക. അല്ലെങ്കിൽ നമ്മളതിന്ന് എടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ സൈഡൊക്കെ പൊട്ടിപ്പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ചേർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് മെല്ലെ സൈഡ് പൊട്ടാത്ത രീതിയിൽ നമുക്കിത് മെല്ലെ ഒരു സൈഡിൽ നിന്ന് എടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പൂരി ഉണ്ടാക്കുമ്പോഴുള്ള ആ എണ്ണ നല്ലോണം ചൂടാവണം, എന്നാലേ പൂരി കറക്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് ഞാൻ മെല്ലെ എൻ്റെ പൂരി ഇട്ട് കൊടുക്കുകയാണ്. പൂരി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നടുവ് ഇങ്ങനെ അമർത്തി കൊടുക്കണം. അപ്പോഴാണ് പൂരി പൊന്തി വരിക. നടുവ് നല്ലോണം അമർത്തി കൊടുക്കുക. ഒരു സൈഡിൻ്റെ കളർ ഏകദേശം മാറി വരാൻ തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ അമർത്തി കൊടുക്കുക. അപ്പോൾ പൂരി നന്നായിട്ട് പൊന്തി വരും. ഇപ്പോൾ കണ്ടോ എൻ്റെ പൂരി പൊന്തി വന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ചാമരിപ്പൂരി നിങ്ങൾക്ക് പൂരി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ട്രൈ ചെയ്യാം. ഏകാദശി അതേപോലെ നവരാത്രി വ്രതത്തിനൊക്കെ ട്രൈ ചെയ്യാം. നമ്മുടെ ഉള്ളിയില്ലാത്ത മസാലക്കറി കൂട്ടിയിട്ട് കഴിച്ചു നോക്കുക. എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.